ഈ റോട്ടിൽ നിന്ന് വരുമ്പോൾ നേരെ കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഇവിടെ സ്ഥലമുണ്ട് കളിക്കാനും ഇതിനൊക്കെ പിള്ളേർക്ക് ഓടി നടക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. കാടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ സ്ഥലത്ത് വന്നാൽ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. നല്ല കാലാവസ്ഥ. ഭീരമായ കല്യാണമായിരുന്നു. ഞങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇത് വീട് കാറെടുത്ത് വരാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന രസം കിട്ടുമോ? അതെ, അയാളെ ഞാനും പിന്നെ ജഗ്ഗു ഈ സാധനം ഉണ്ടാക്കിയവരുടെ കാര്യം ആലോചിക്കണേ. അങ്ങനെ ഞാനൊരു ഉദ്ദേശം അലക്കണതിന് ഞങ്ങൾ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊത്തം മൂന്നാർ ഇറങ്ങി. ഇവിടെ മാത്രം വന്നാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. മൂന്നാറിലത്തെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ടീച്ചറി വില്ലയിലാണ് നമ്മൾ താമസിച്ചത്. അപ്പം നമ്മൾ ഇന്ന് പോവാണ് തൃശ്ശൂർക്ക്. അപ്പോൾ പോണേലും മുന്നേ നമ്മൾ ഈ 2-3 ദിവസം താമസിച്ച ഈ വില്ലയൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, നമ്മുടെ മിനി ചേച്ചിയുടെ വില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്ന് തുടങ്ങാം. ഞങ്ങൾ താമസിച്ചത് നേരെ ഈ റോട്ടിൽ നിന്ന് വരുമ്പോൾ നേരെ കയറുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അവിടെ 2 റൂമുണ്ട്. അവിടെയാണ് നമ്മൾ താമസിച്ചത്. നമുക്ക് താഴത്തുനിന്ന് തുടങ്ങാം കേട്ടോ. താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ തന്നെ കുറച്ചിങ്ങനെ നടക്കണം. നമ്മുടെ കൂടെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ ഇവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ള സേവിയർ ചേട്ടൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇതിൽ കൂടിയാണ് കയറേണ്ടത്. ഓരോ ഫ്ലോറിന് ഓരോ പേരുണ്ടല്ലേ. നമ്മുടെ ഹെവൻ എന്നാണ് പേര്. ഇത് മെഡോസ്. ഞങ്ങളും കണ്ടിട്ടില്ല കേട്ടാ ഇവിടെ നിന്ന്. മെഡോസ് എന്ന് പറയുമ്പോൾ ഇല്ല, ഇതെല്ലാതും ഒരു ഇങ്ങനെ റൂമുകളായിട്ട് ഹോട്ടൽ റൂംസിൻ്റെ ഒരു കൺസെപ്റ്റിലല്ല കേട്ടോ അത് പണിതിട്ടുള്ളത്. ഇതൊരു വീട് പോലെ തന്നെയാണ്. അതായത് സിറ്റ് ഔട്ട്, ഹാള്, ഇത് ലിവിങ് ഏരിയ, ഇവിടെ ഡൈനിങ്, 2 ബെഡ്റൂംസ്. ബെഡ്റൂം നമുക്ക് കാണാം. ബെഡ്റൂം ഇതിൻ്റെ ബാത്റൂം. ബാത്റൂമിൻ്റെ കാണിക്കാനുള്ള അവകാശം മുഴുവൻ ഞാൻ കുത്തിയായിട്ട് ഏറ്റെടുത്തോക്കാണ്. ശരിയല്ലേ, എവിടെ പോയാലും ബാത്റൂം ചേട്ടൻ കാണിക്കും. ഇവിടെയാണ് ബാൽക്കണി ഉണ്ട് അവിടെ. ചെറിയൊരു കണ്ടോ, ഇവിടെ പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്, നടക്കാനൊക്കെ സ്ഥലമുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട് അവിടെ. നമ്മളവിടെ ഇരുന്നില്ല അല്ലേ രാത്രി? ഇല്ല, ശരിക്കും ഇന്നലെ തോന്നിട്ടാ. ഇന്നലെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പൊ തോന്നി ഇങ്ങനെ ഫയർ പ്ലേസ് അങ്ങനെ അതിന്റെ അടുത്തൊക്കെ ഇരിക്കണം തോന്നി. പേരക്കായ പൊട്ടിക്കേട്ടാ ആയിട്ടില്ല. അല്ല വേണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതുപോലെ ഈ റൂമും കാണിക്കാം. അതെ, ഈ റൂമുണ്ട് ഇവിടെ, 2ാമത്തെ റൂം. ഇതിന് ബാത്റൂം ഒന്നും കാണിക്കുന്നില്ലേ? അതുപോലെ തന്നെ ബാത്റൂം. ഇവിടെയും ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനുള്ള കേട്ടാ സ്റ്റെപ്സ് ആണ്. റെസ്റ്റോറൻറ്റിലേക്ക് കിടക്കാൻ നമുക്ക് അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. എല്ലാ റൂമിലും സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഈ റൂമിന്റെ ബാത്റൂം നമ്മൾ നേരത്തെ കണ്ടില്ല, അതുപോലെ തന്നെ. പിന്നെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. ഇപ്പൊ കുറെ നാൾ അടുപ്പിച്ച് താമസിക്കുന്നവർക്ക് ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫ്രിഡ്ജും ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊണുമേശ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒക്കെ ഉണ്ട്. ഇതാണ് ഒരു വീടിന്റെ പോലെ തന്നെ സൗകര്യം. വീടിന്റെ അതേ സൗകര്യം, വീട് പോലെ തന്നെ ആണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഇരിക്കാൻ ബെഞ്ച്, അവിടെ ക്യാമ്പ് ഫയറിന് സ്ഥലം, കസേരയിട്ട് വട്ടം കൂടി ഇരിക്കാം. ഇനി താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇനി ഞാനത് കയറാൻ നിൽക്കണ്ടേ? അവക്കാടോ അവക്കാടോ ഉണ്ട്. അറിയില്ല. സ്വിമ്മിങ് പൂളില്ല ചേട്ടാ, പൂളില്ല. പൂള് വേണമെന്ന് നമുക്ക് തോന്നണില്ല. തണുത്ത് ജഗ്ഗു അതിൽ ചെന്ന് കിടന്നു. പൂളുണ്ടാക്കാൻ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരിവിടെ ഇല്ലല്ലോ. മിനി ചേച്ചി ബ്രൂണയിലാണേ. മിനി ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഡോക്ടറാണ്. അപ്പോൾ ഇപ്പം ഇത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട്
ഇവിടെ തൊട്ടടുത്ത് തന്നെ ലീമോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. അവർ ഇത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ നടത്താൻ മാത്രം. അപ്പം ഇനി മുതൽ അവരുടെ കയ്യിലായിരിക്കും ഇത്. അപ്പോൾ അവരിത് എടുക്കണേലും മുന്നേ നമ്മളിവിടെ ഒന്ന് താമസിക്കാം. ഇവിടെ ഇങ്ങനെ പാലൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൽ വെള്ളമൊന്നും ഇല്ല ചേട്ടാ. പക്ഷേ ഇവിടെ സ്ഥലമുണ്ട് കളിക്കാനും ഇതിനൊക്കെയായിട്ട് പിള്ളേർക്ക് ഓടി നടക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. 10-30 ചില്ലറ സെൻറ്റ് സ്ഥലമുണ്ട് ഇത് മൊത്തം. ഇനി നമുക്ക് 3-4 നിലയിലേക്ക് കയറാം. 3-4 നിലയിലേക്ക് പോവാം. ചേട്ടാ ഇവിടെ നോക്കുമ്പോണ്ട കാണണ്ട. അല്ല നമ്മൾ താമസിച്ചാൽ അത് കാണിക്കാം. ഇനി ഇതിലേക്ക് കയറുകയാണെങ്കിലേ ഇവിടുത്തെ കിച്ചൺ റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം. ഇവിടെ വരുന്നവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഒരു ഷെഫും എല്ലാം ഉണ്ട്. ഷെഫിനെ നമ്മൾ കാണിച്ചു തന്നില്ലേ, ജിൻസ്. പേരെന്താ? മനേഷും കുക്ക് തന്നെയല്ലേ, ഷെഫ് തന്നെയല്ലേ? ഇവിടെ ഒരു അടുക്കളയുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അതെ. അപ്പോൾ ദേ ഇവിടെ മേലെ റെസ്റ്റോറൻറ്റിന് താഴെയാണ് ഇവിടുത്തെ കിച്ചൺ. കിച്ചൺ വേണമെങ്കിൽ ഒന്ന് കയറി ചേട്ടൻ കാണിച്ചോ. ബാത്റൂം മാത്രമല്ല കിച്ചണും ചേട്ടൻ കാണിച്ചോ. ഇല്ല, അത് കിച്ചൺ അടുക്കള, നമുക്ക് വരുന്നവർക്ക് പാചകം ചെയ്യാനായിട്ടുള്ള ഒരു അടുക്കള ഇവിടെ ഇതൊക്കെയാണ്. എല്ലാം നീറ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇത് അത്ര വലിയതല്ല, 6 റൂംസ് ആണ്. അതിനുള്ള ആവശ്യമില്ല, വേണ്ടോ? 6 ഫാമിലിയാണ് മാക്സിമം ഉണ്ടാവുക അല്ലേ? അപ്പൊ അത്ര പേർക്കുള്ള ഫുഡ് ഇതേ നമ്മുടെ ജിൻസ്. ഇവിടെ മെനു ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി മെനു. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവരത് ഉണ്ടാക്കി തരും. ഫുഡ് മേലെ റെസ്റ്റോറൻറ്റ് ഞങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണത് കാണിച്ചു തന്നില്ലേ വേറെ വീഡിയോകളിൽ, അതൊന്നുകൂടി കാണിച്ചു തരാം. അല്ല, ഫുഡ് അന്വേഷിച്ചിട്ട് 3-6 പേരെ പോകണ്ടെന്ന്. നമ്മൾ വീട് പോലെ താമസിക്കുകയാണെങ്കിലും ചിലപ്പോൾ അയ്യോ ഇവിടെ ഈ ചെറിയൊരു സ്ഥലമല്ലേ ഭക്ഷണം കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കണ്ടെന്ന്. പഴയ ഭക്ഷണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ ഉണ്ടാക്കി തരാം. നാളത്തേക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതെ, നമ്മൾ പറയണത് ഉണ്ടാക്കുള്ളൂ. ഇവിടെ താഴോട്ട് നോക്കാം, ഏലക്കാട്. കാടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. നല്ല രസമാണ്. രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുമ്പോഴേ നിറച്ച് കിളികളാണ്, പലതരം കിളികളുടെ ശബ്ദം. അപ്പം കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ശാന്തമായിട്ടിരിക്കാം. ഇടയ്ക്ക് കോട വന്നിട്ട് നമ്മളിങ്ങോട്ട് മൂടും. നമ്മൾ കയറാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ താമസിച്ചില്ലേ ആ ഫ്ലോർ കാണാം, ആ വില്ല കാണാം. അതും താഴെ കണ്ട പോലെ തന്നെ വീട് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ട്. എത്തിയ നീ ഇത് ഇങ്ങനെ സിറ്റ് ഔട്ട് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ റിസപ്ഷൻ ഏരിയ ആണ്. പിന്നെ മേലേക്ക് മുകളിലത്തെ നിലയ്ക്ക് പോകാൻ കോണി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ താമസിച്ചത്. അത് 3 ദിവസമായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇതുകൾ ഉണ്ടാവും കേട്ടോ. ഒരു വലിയ ഹാള്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ കടന്നാൽ ഇവിടെയാണ്. ഇവിടെ ഭയങ്കര രസമാണ് കാലത്ത് എണീറ്റിട്ട് ഇനി ഇരിക്കാം. ഇത് ആ റൂമിൽ നിന്നും ഇവിടേക്ക് വരാം, ആ റൂമിൽ നിന്നും ഇറങ്ങാം ഇവിടേക്ക്. ഇവിടെ ഇങ്ങനെ കാലത്ത് ചായയും കുടിച്ചിട്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ശൂന്യതയിലേക്ക് നോക്കിയിരിക്കാം. ശൂന്യത എന്നൊന്നും പറയാനില്ല, ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ശൂന്യത എന്ന് പറഞ്ഞ മരങ്ങളുണ്ട്. ഞാനും പറഞ്ഞ ആളുകളെ കാണില്ല. അങ്ങനെ ചെയ്യാം. നമ്മൾ ഈ ഫ്ലാറ്റ് ലൈഫ് ഭയങ്കര സ്ട്രെസ് ഉള്ള ലൈഫും അങ്ങനെ അങ്ങനെ തിങ്ങി പാർത്ത് ട്രാഫിക് ബ്ലോക്ക് അതിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ടാവില്ലേ. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ ശാന്തമായ സ്ഥലത്തിനെ താമസിക്കുന്നത്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതുപോലെ ഭയങ്കര തിക്കും തിരക്കുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് അല്ലേ ഇതുപോലത്തെയൊക്കെ സ്ഥലത്ത് വന്നാൽ നിങ്ങളുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. ഇവിടെ ഇങ്ങനെ ഇരിക്കാം നമുക്ക്. എന്തൊന്നും മിണ്ടാത്തേ ചേട്ടാ? അല്ല, എന്നിട്ട് അങ്ങോട്ട് പോവാണ്, തിരക്കിലേക്ക് പോവാണ്. പോവാതെ പറ്റില്ലല്ലോ, നമ്മുടെ ജീവിതം അവിടെയല്ല കിടക്കണേ, അപ്പൊ നമുക്ക് പോവാണ്ട് പറ്റില്ലല്ലോ. അതിങ്ങനെ ഒരു കാട് പോലെയാണ് ഈ ഭാഗം, ഏലക്കാടാണ്, നിറച്ച് മരങ്ങളൊക്കെ ഇട്ട്. അതുകൊണ്ട് കുറേ ടൈപ്പ് കിളികളും. ഒരു കിളിയുണ്ട്, പൂവാലൻ കിളി. ശരിക്കും ഈ പൂവാലന്മാരിങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ വിസിലടിച്ച് വിളിക്കില്ല, അതുപോലത്തെ ഒരു ചൂളം വിളി ആണ് ആളുടെ സൗണ്ട്. കിളിയാൻ തോന്നില്ല. ഞാൻ ഏതോ മനുഷ്യൻ ആദ്യം വന്ന ദിവസം വിചാരിച്ച ഇവിടെ വല്ലവരും നിൽക്കണ്ടോ എന്നൊക്കെ ഞാൻ വന്ന് നോക്കി, അത് ആരെങ്ങനെ ചൂളം വിളിക്കണേന്ന്. പിന്നെയാണ് മനസ്സിലായി കിളിയാണ്. ഇതിങ്ങനെ മുകളിലേക്ക് കയറാനായിട്ട് കോണിയാണ് കേട്ടോ. മുകളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ വെറുതെ കയറി നോക്കി, അപ്പം മുകളിൽ വെള്ളം ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. റൂം ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. കാരണം ഞങ്ങൾ 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ താമസിച്ചുകൊണ്ടിരിക്കണ റൂം ആയതുകൊണ്ട്. അപ്പം ഇതൊരു ലിവിങ് ഏരിയ ആണ്.
പിന്നെ അതേ ഡൈനിങ് സ്പേസ് ഉണ്ട്, കൈ കഴുകാനുള്ള സ്ഥലം. ഇതൊരു റൂം. ഇതാണ് ഞങ്ങളുടെ കിടന്ന റൂം. ആ, ഇതിന്റെ ബാത്റൂം. ഇത് ബാൽക്കണിക്ക് നേരത്തെ പുറത്ത് നമ്മൾ കണ്ടില്ലേ അവിടെ പോകാനുള്ള സ്ഥലം. ഇതേ കൂടിയും കിടക്കാം. വേണ്ട, ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അല്ല, അപ്പുറത്ത് ഒരു റൂമും കൂടി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമും കൂടി ഉണ്ട്. നിതിനും ജഗ്ഗും ഇവിടെയാണ് കിടന്നത്. ഈ റൂമിനും ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് തന്നെ. ഇവിടെ ഒരു കിച്ചണിന്റെ സെറ്റപ്പ് ഉണ്ട്. ശരിക്കും ഒരു ഫ്ലാറ്റിലത്തെ പോലെ തന്നെ അതേ എല്ലാ സൗകര്യങ്ങളായിട്ട് തന്നെ. 2 ബെഡ്റൂം. നമ്മളെല്ലാം കാണിക്കണത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 നിലയും 3 ടൈപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ. 3 ഭാഗം ഞങ്ങളും കണ്ടിട്ടില്ല. ഇതിന്റെ പേര് ക്ലൗഡ്സ് ഫാം. ഇവിടെ ബാർ കൗണ്ടർ ഒക്കെ പോലെ ഉണ്ടല്ലേ. ഇത് നല്ല രസമുണ്ട്. ബാർ കൗണ്ടർ മാത്രമേ ഉള്ളൂ, ബാറില്ല. താഴത്തേക്ക് നോക്കാം. നിങ്ങളുടെ റൂം, ബെഡ്റൂം. ഇതാണ് ഒരു ബെഡ്റൂം. ഇതൊരു റൂം. ഇതെല്ലാം സാധാരണ പുറത്തെ ബാത്റൂം. ബാത്റൂമൊക്കെ പിന്നെ എല്ലാ ഫ്ലോറിലും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെ. അടുത്ത റൂം. ഈ റൂമുകൾക്ക് ബാൽക്കണി ഇല്ല അല്ലേ. ആന്റിക് പീസസ്. അപ്പം ഇതാണ് ടീച്ചറി വില്ല, മിനി ചേച്ചിയുടെ ടീച്ചറി വില്ല. അപ്പോൾ മൂന്നാറിലേക്ക് വരുമ്പോൾ നമ്മുടെ മിനി ചേച്ചിയുടെ ടീച്ചറിൽ ആർക്കെങ്കിലും താമസിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ടീച്ചറി എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ നിന്ന് ഇത്തിരി നടക്കാവുന്ന വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ലേമോൺ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു റിസോർട്ട് ഉണ്ട്. ഇത് ഇനി അവരാവും എടുത്ത് നടത്താമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ റിസോർട്ട് ഒന്ന് കാണാട്ടാ, ഞങ്ങൾക്കും കാണണം. ഇവിടുന്ന് 500 മീറ്ററാണ്. ഈ റോഡിൻ്റെ എൻ്റെ ആണ് അവിടെ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ അതിർത്തിയിൽ മൊത്തം ഇങ്ങനത്തെ ചെടിയാണ്. ലാത്തുപോലെ നിറയെ വെള്ള കളറിൽ ഇങ്ങനെ പൂക്കളുണ്ടായിട്ട് കാണും. നല്ല കാലാവസ്ഥ, നല്ല ഇളം ചൂട് വെയിൽ. മറുപടി അല്ല അച്ഛൻ പറഞ്ഞു. ഞാൻ കേട്ടു ചെറിയച്ച തൃശ്ശൂര് പോണം. ഞാൻ ഈ പറഞ്ഞത് കേൾക്കുന്നുണ്ടെന്ന്. ഇതാ ഈ വീട്ടിലേക്ക്, ഇതാണ് ആളുടെ വീട്, ഞങ്ങളുടെ വീട്. ഇതാന്ന് തോന്നുന്നുണ്ട്. ഉറപ്പല്ലേ? എനിക്കറിയില്ല. നമ്മളാ ഇനി കാണാൻ പോണത് മിനി ചേച്ചിയുടെ ബ്രദറിന്റെ വീടാണ് കേട്ടോ. അടുത്ത് തന്നെ. ഈ സ്ഥലത്തിന് ശരിക്ക് പറയണത് ബൈസം വാലി പഞ്ചായത്തിൽ സ്ഥലമാണ്. ഒറ്റമരം. കുറേ മരങ്ങളുണ്ട്. പോലെ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കിളികൾ, കുറേ വെറൈറ്റി കിളികൾ. ഇത് അവരെ പ്രോപ്പർട്ടി തന്നെയാ. ഈ റോഡും ഇല്ല, ഞങ്ങള് പേര് ചോദിക്കണമെന്നില്ല. സബർ ജില്ല, ആദ്യത്തെ സബർ ജില്ല മൂത്തിട്ടില്ലായിരുന്നോണ്ടല്ലേ. പൊട്ടിക്കല്ലേ, ഞെക്കല്ലേ. അല്ല, ഞാൻ നോക്കി ഓർന്നാണ് പൊട്ടിക്കണമെന്നില്ല. പിന്നെ ഓറഞ്ചൊക്കെ കായ്ക്കണം കേട്ടോ. ഓറഞ്ച് പറയണ്ട, അതിന്റെ സമയം. ജനുവരിയിലല്ലായിരുന്ന കല്യാണം? ജനുവരിയിൽ മിനി ചേച്ചിയുടെ മോളുടെ കല്യാണം ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ വീട് നമ്മളിപ്പോൾ കണ്ട ടീച്ചറി, പിന്നെ ഇനി കാണാൻ പോകുന്ന ലേമൗണ്ടിലെ വെച്ചിട്ടായിരുന്നു കല്യാണം അല്ലേ. അതൊക്കെ മൊത്തമായിട്ട് ഇവരെടുത്തിട്ട് ഒരു ഗംഭീരമായ കല്യാണമായിരുന്നു. ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ. അത് പേര് ചോദിക്കായിരുന്ന ആൾ ആദ്യം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആള് ഇതിനൊക്കെ പരിപാലിക്കുക ഇവിടെ നിൽക്കുന്നു എന്നല്ലാണ്ട് ഇതിന്റെ ഒന്നും പേരറിയില്ല. മാംഗോസ്റ്റിൻ അറിയാം. ഇതാണ് വീട് അല്ലേ. ഉള്ളിലേക്കൊന്ന് കേറാം. ഇവിടെയാണ് ഇപ്പൊ ചേട്ടൻ താമസിക്കുന്നത്. ഇവിടെയാ അല്ലേ? തൊട്ട് താഴെ വേറെ റൂം ഉണ്ടാവൂല്ലേ? ഇത് വീട്. അപ്പൊ നമ്മളിപ്പോ ഈ റോട്ടിൽ നിന്ന് കയറണത് ശരിക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറണല്ലേ. താഴെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഇതിന്റെ താഴെ ഉണ്ടെന്ന്. അതിലേക്ക് കിടക്കാനപ്പോ ഇനി വേറെ വഴിയുണ്ടാ?
താഴെ കൂടെ അത് ശരി. നമ്മുടെ ടീച്ചറിൽ നോക്കി കഴിഞ്ഞ് ഇത് കാണാം. പൂക്കള് റോസ് ഇത്രയും സൗകര്യം ഉണ്ടല്ലോ ഇവിടെ. അവിടെ കുറെ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. മുസംബിയൊക്കെ ഉണ്ടാവും. മുസംബി, ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പുറത്ത് ഭയങ്കര താഴ്ചയാണല്ലേ. അതെ ടീച്ചർ. ഇതില് പൂളുണ്ടാ? ഇതിൽ പൂളുണ്ടോ? പൂള് പണിയായിരിക്കും വേണമെങ്കിൽ. ഇപ്പത്തെ ആരാണ് ഈ പൂളൊക്കെ യൂസ് ചെയ്യാ? എല്ലാരും ചെയ്യുന്നുണ്ട്. ആണോ? ചൂടുവെള്ളമായിരിക്കും അതില്. പൂള് പണിയാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളങ്ങോട്ട് പോവാം. നമ്മളല്ലേ മൗണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. നല്ല ഭംഗിയുള്ള മരങ്ങൾ ഇങ്ങനെ ഒക്കെ ഒറ്റത്തടിയായിട്ട് പോയിട്ട് മുകളിലാണ് ഇങ്ങനെ കൊമ്പും ജില്ലേ. നമുക്ക് ഇങ്ങനെ നടക്കുമ്പോ ഒരു പറഞ്ഞിട്ട് തന്നെ അത് ഓർമ്മിപ്പിക്കരുത്. മൗണ്ടിലേക്കാണ് നമ്മൾ പോണത്. മൗണ്ട് അല്ല ചേട്ടാ, ലെമോൺ ഫോർട്ട്. മൗണ്ട് എന്നിട്ടെല്ലാം അയ്യോ ഒരു കേറ്റുണ്ട് കേറാൻ. കയറ്റം അതാണ് ശരി. കാറെടുത്ത് വരാന്നാ. കാറെടുത്ത് വരാണെങ്കിൽ ഇങ്ങനെ നടക്കുന്ന എൻ്റെ രസം കിട്ടുമോ? അല്ല പിന്നെ കേറ്റം കയറുമ്പോ എന്നെ എടുത്താ മതി. അത് വലിയ കയറ്റൊന്നുമല്ല, പുഞ്ചാക്കാക്കി എടുത്താ മതി. ചില മരങ്ങളൊക്കെ ദ്രവിച്ചടക്കി. ഈ കാണുന്നതാണ്, ഇതാണ് സ്ഥലം. ഈ മരത്തിൻ്റെ ഒക്കെ വണ്ണം കണ്ട. കാലിഫോർണിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കില്ലേ കാട്, അത് ഇങ്ങനെ ഇതുപോലെയല്ലേ ഇങ്ങനെ. അത് തണുപ്പുള്ള സ്ഥലങ്ങളിലത്തെ മരങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ, അടിയിന്നേ കൊമ്പും ചില്ലൊന്നും ഇല്ലാണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മോളുടെ കല്യാണം ഇവിടെ വെച്ചിട്ടായിരുന്നു പറഞ്ഞില്ലേ, ജനുവരിയിലായിരുന്നു. അപ്പോൾ അതിസുന്ദരമാണ് ഈ റിസോർട്ടും ഇതിൻ്റെ ചുറ്റുപാടൊക്കെ കാണാൻ. അപ്പം നിങ്ങളൊന്ന് പോണേലും മുന്നേ ഇവിടെ നിന്ന് പോയി കണ്ടോളോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കാണാൻ വരുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി കാണിച്ചു തരികയാണ്. ഇനിയിപ്പോൾ ഇവിടെ താമസിക്കാൻ വരണമെങ്കിൽ അത് ഒരു തൃശ്ശൂകാരൻ്റെ ആണെന്നുണ്ടല്ലേ, തൃശ്ശൂകാരൻ്റെ ആണ്. ഇതിലും വഴിയുണ്ട്, ഇതിലും കയറാം. നമുക്കിതിൽ കയറാം. സ്കൂളായിരുന്നു ഉത്തര പണ്ട്. ജഗ്ഗുന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത് പണ്ട് സ്കൂളായിരുന്നു ഉത്തര. അയ്യോ ഇത് ലോകം മുഴുവൻ ഉണ്ടല്ലോ. ഇവിടെ കയറി കഴിഞ്ഞാൽ കുറെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി വ്യൂ. പൃഥ്വിരാജിന്റെ അയാളെ സ്കൂളാണോ? ആ സ്കൂൾ അല്ലെ ഹോസ്പിറ്റല്. അതെ അയാളെ ഞാനും തമ്മിൽ. പിന്നെ സിനിമ ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് ആ മൂലയിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ടിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് വന്നാലോ? ഓ ഇത് തന്നെ പറഞ്ഞേട്ടാ, ഇത് കാണാതെ പോയരുത്. 360 ഡിഗ്രി വ്യൂ എന്നൊക്കെ പറഞ്ഞു. ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. ഇവിടെ ഓപ്പൺ സ്റ്റേജ്, ഇവിടെ ആയിരുന്നു കല്യാണം അല്ലേ? വീഡിയോസ്. ആ അതെ അതെ, ഹെലിപ്പാടൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ആയിരുന്നു. ഇവിടെ എനിക്ക് ഈ ഡാൻസ്, അവര് ഡാൻസ് കളിക്കണതിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സൈഡിലാണ്. ആണോ? ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാൻ, പന്ത് കളിക്കാം, ടർഫ് അല്ലാണ്ട് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതിന്റെ മാനേജർ ഉണ്ട്, ദിലീപ് എന്നാണ് പേര്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ വ്യൂ പോയിന്റ് കാണാനാണ് നമ്മളിപ്പോ പോണേട്ടാ. എന്തൊരു ഭംഗിയാ കാണാൻ. താനമുടി കഴിഞ്ഞാല് ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള അതെ ചൊക്രമുടിയാണ് കാണുന്നത്. ആനമുടിക്ക് തൊട്ട് താഴെയുള്ളത്. നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ചേട്ടൻ പേടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി ഞാൻ പറയും. പക്ഷേ ഇവിടെ വല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടി തരിഞ്ഞില്ലേ അടിയിൽ ഒരു ഇതും കൂടി വേണം. അതിന്റെ ഉള്ളിൽ കൂടെ പോവും.
കണ്ടാ നീ സൂക്ഷിച്ചു അല്ല ഇത് പണിത ആൾക്കാരെ ഇതല്ലേ വെള്ളം ഇത് പിടിപ്പിക്കേ. ജഗ്ഗു ഈ സാധനം ഉണ്ടാക്കിയവരെ കാര്യം ആലോചിക്കണേ, അവരുടെ ധൈര്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. ജഗ്ഗു ഇത് കണ്ടിട്ട് ചോദിക്കണേ ഉൽക്ക വീണതാണോ എന്ന്. ഇത് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് വല്ല നാച്ചുറലായിട്ടുള്ള കുളം ഇതിൽ വെള്ളാക്കി നിർത്തി നിൽക്കും ചേട്ടാ, പാറ ചെയ്തുകൊണ്ടേ മഴ പെയ്യുമ്പോൾ വേണമെങ്കിൽ വെള്ളം ഉണ്ടാവുമായിരിക്കും. സുന്ദരം. ആ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലാഫി അമ്മോളം കൂട്ടം നോക്കി എന്തൊരു ഭംഗിയല്ലേ. അത് മറ്റേ ടൈപ്പാ, ഹൈബ്രിഡ് എന്നൊക്കെ പറയില്ലേ, ആ സാധാരണ മുളയല്ല. അതിന്റെ ഭംഗിയുണ്ട്. ബാമ്പു അല്ല. ഇവിടെ എത്ര റൂമുണ്ടാവും? ഇവിടെ ഇരുന്നു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ 3 ദിവസമായിരുന്നു കല്യാണം. അതിൻ്റെ കുറേ ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട്. ഇവിടെ മൊത്തം 55 റൂം മാത്രമേ. ഇതില്ലേ ഇപ്പോൾ കുറേ ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു കല്യാണത്തിന് ഇല്ലേ? കാരണം കല്യാണ ചെക്കൻ ഇംഗ്ലീഷുകാരനായിരുന്നു, UK എന്നുള്ള. 60 ആ പേര്. കുട്ടി വർക്ക് ചെയ്യണതും മിൻ ചേച്ചിയുടെ മോള് വർക്ക് ചെയ്യണതും UK തന്നെയാണ്. മറ്റേ വണ്ടി, സുന്ദരം. മറ്റേ വണ്ടി ചേട്ടൻ പറഞ്ഞില്ല, എന്നിട്ട് സ്വിഗ്ഗിയോ സിഗിയും ബഗിയും. ആ അങ്ങനെയൊക്കെ പോണെങ്കിൽ അല്ലേ. നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ എന്താ പേര് ആ വെൽക്കം ചെയ്യാൻ രാഗി ഇവിടെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ബാൽക്കണി പുറത്തല്ലേ. ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. ആ അതേ സ്വിമ്മിംഗ് പൂൾ ഉണ്ടടാ. ആ ജഗ്ഗുന് വേണമെങ്കിൽ കുളിച്ചോ സ്വിമ്മിംഗ് പൂളിൽ. വേണ്ടേ? ഇവിടെയൊക്കെ താമസിക്കുകയാണെങ്കിൽ വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പോകണ്ട. ഇതെടുത്തോ. താങ്ക് യു. തണ്ണിമത്തൻ ജ്യൂസ്. വെറുതെ അല്ല മിൻ ചേച്ചി ഇവിടെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇവിടെ വന്നില്ലേ നഷ്ടമായേനെ അല്ലേ? ആ നമ്മളിങ്ങനത്തെ ഒരു ഹോട്ടലൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണുന്നതല്ല, കണ്ടിട്ടുള്ളവർക്കും താമസിച്ചിട്ടുള്ളവർക്കും ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് ഇവിടേക്ക് താമസിക്കാവരാണെങ്കിൽ പിന്നെ വേറെ സ്ഥലം കാണാൻ അതിന് വേണ്ടിയിട്ടൊന്നും സൈറ്റ് സീയിങ്ങിന് ഒന്നിനും പോകണ്ട. ഇവിടെ തന്നെ നിന്നാൽ മതി, എത്ര സമയം നിന്നാലും മതിയാവില്ലേ. ഇവിടെ റൂംസ് കാണുന്നുണ്ട്, കോട്ടേജുകൾ വേറെ 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 അവിടെ കാണുന്നത്. അതിൽ നമുക്ക് പോവാം, നടന്നു പോയി വെക്കാം. ഇവിടെ മൊത്തം എത്ര റൂംസ് ഉണ്ട്? മൊത്തം 53 റൂംസും 8 കാറ്റഗറി ഓഫ് റൂംസും ആണ് ഉള്ളത്. അതിന്റെ ഏതെങ്കിലും ഒരു റൂം എങ്ങാനും നമുക്ക് കാണാം. മുകളിലേക്ക്. പക്ഷെ ഇത് ആ ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നണേ ഇല്ല. മറ്റേ എന്താ പറയാ, അയാളും ഞാനും തമ്മിൽ സിനിമയുടെ ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതിട്ടുള്ളതാണ്. കണ്ട കംപ്ലീറ്റ് കരിങ്കല്ല. പിന്നെ ഇതിനെ റിനോവേറ്റ് ചെയ്ത് എടുത്തതാണ് ഇവർ. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും റിനോവേറ്റ് ചെയ്തിട്ട്? ഇത് 2 വർഷമായതാണ് നമ്മൾ ഏറ്റെടുത്ത് ഇതാക്കിയിട്ട്. ആ ശരി. അതൊക്കെ ലൈറ്റ് ഇട്ടിട്ടില്ലേ? കാലിട്ടപ്പോൾ ലൈറ്റ് ഇതാണ് ഒരു റൂം. ബാത്ത് ടബും അല്ലാതുള്ള. ചേട്ടാ ഉള്ളിൽ കയറിക്കോ. ഞാൻ ഉള്ളിൽ കയറിയിട്ട് കയറുന്നില്ലേ. അല്ല കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുളിക്കാം, ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുളിക്കാം. ഇവിടെ നിന്നൊരു ബാൽക്കണി ഉണ്ട് ട്ടാ. ആ ബാൽക്കണി, മനോഹരമായ ബാൽക്കണി. ആ ഇങ്ങനെ എല്ലാ റൂമിലും ഇങ്ങനത്തെ ഉണ്ട് അല്ലേ? എല്ലാ റൂമിനും പുറത്തേക്ക് അങ്ങനെ ബാൽക്കണി ഉണ്ട്.
ഈ ഒരു റൂം കൂടി കാണാം നമുക്ക്. ഓ, ഇത് കുറച്ചുകൂടി ചെറിയ റൂമാണ്, പക്ഷേ ആ താഴത്തേക്ക് അടിയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങണം. ഇത് അത്ര വലിപ്പല്ലേ റൂമിൻ്റെ, അതിൻ്റെ അത്രയ്ക്ക് അല്ലേ? ഇവിടെയും ഇതുപോലെ വ്യൂ ഒന്നുകൂടി അടിപൊളിയാണ്. ശരിയാണ്. ഇവിടെ ഹായ് നല്ല കാറ്റ്. എന്തിനാണ് ഈ റൂമിലൊക്കെ AC അല്ലേ? തണുപ്പ് കൂടുതലാണെങ്കിൽ പേടിയുണ്ട് ചേട്ടാ. പേടിയാണെന്ന് ചെറിയൊരു പേടി. നിൽക്കുമ്പോ പണ്ടത്തെ മെടഞ്ഞ കസേര, ഇതുപോലത്തെ മെടഞ്ഞ കസേര നമുക്ക് 2 വാങ്ങിച്ചും ഇവിടെ അറിയത്തിടാം. മിറ്റത്തിടല്ല, അറിയത്ത് സിറ്റ് ഔട്ടിൽ 2 ഇടാം. അടിപൊളിയല്ലേ? ഇതുപോലത്തെ ഒരു ടീപ്പോയും കളർ ഇങ്ങനത്തെ എവിടെ നിന്ന് മെടയാൻ പറ്റും. ഇത് കാണ്. അത് കണ്ടു. ജഗ്ഗു ചെറുതായിരുന്ന സമയത്തേ ആനേനെ കാണിച്ചു കൊടുക്കുമ്പോഴേ, കുഞ്ഞിതേറുന്ന സമയത്ത് നമ്മൾ പൂരത്തിന് പോയിട്ട് ആനേനെ കാണിച്ചു കൊടുക്കും. ജഗ്ഗ ആനപ്പാപ്പാനെ കാണിച്ചിരുന്നു നമുക്ക്. ആനേനെ നോക്കില്ലേ? അതുപോലെ ചേട്ടൻ ഇത്ര നല്ല സ്ഥലത്ത് വന്നിട്ട് കസേരനെ കുറിച്ചിട്ട് പറയാതിരിക്കുക. അല്ല, ഈ കസേരയിലേക്ക് നല്ല സുഖണ്ടേ. അപ്പോൾ 2 റൂംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഇവിടെ ലോക്കറൊക്കെ ഇട്ടിട്ടാ. ലോക്കർ ഫെസിലിറ്റി ഉണ്ട് കബോർഡിൻ്റെ ഉള്ളിൽ. ബാത്റൂം കാണിക്കുന്നൊന്നും വേണ്ടല്ലോ നീ? വേണ്ട. അടിപൊളി. ഇനി നമുക്ക് അതിലെ ചുറ്റി നടന്നിട്ട് കാണാം. പണ്ടത്തെ ഇത് വിദേശങ്ങളിലേക്ക് പോയപ്പോൾ ചുമര് പോലെ തോന്നിക്കില്ല ഈ കരിങ്കല്ല് ഭിത്തികൾ കാണുമ്പോഴേ? പറഞ്ഞില്ലേ ബ്രിട്ടീഷ് കൊളോണിയൻ ഡിസൈനാണ്. എന്താ ഇൻഡോർ ആക്ടിവിറ്റി ഏരിയ. ഇവിടെ ഒരു ഇൻഡോർ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, അത് കാണിച്ചു തരാം. ഞാൻ അങ്ങോട്ട് കുറേ ഉണ്ടിട്ടാ. നമുക്ക് വീട് എവിടെയാ? എരുമേലി. ഇതിലെ എരുമേലിക്കാരിയാണ് കേട്ടാ രാഗി. ഇതിലെ വഴി തെറ്റും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഗോൾഫ്. ഇത് പിടിക്കും. ഇത് മറ്റേ കോല്. ഇതിൻ്റെ കോല് എവിടെ? ഇതിൻ്റെ കോല് എടുക്കവിടെ? അപ്പോൾ മറ്റേ സിനിമയിലത്തെ ജഗതിയിലെ മിന്നാരത്തിലത്തെ ഗ്ലാസ് 2 വെച്ചാൽ ഏതാ എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു ഉദ്ദേശം മലക്കണതിന് ആ സിനിമ ഓർമ്മ വരാം. ഇത് കാണുമ്പോൾ എനിക്ക് അയ്യോ മിന്നാര സിനിമ തെറ്റി കഴിക്കണത് വിഷട്ടിട്ടുള്ള സാധനം. ഇത് ചേട്ടൻ തന്നിട്ട് ഇങ്ങനെ വെറുതെ ഇതെങ്ങനെ എനിക്കറിയില്ല. അവർ നിൽക്കണില്ല ഇങ്ങനെ പിടിച്ചിട്ട്. അയ്യോ, ഞങ്ങൾ വെറുതെ തമാശ കാണിക്കുന്നതിന് ഇത് കാണിച്ചു തരാൻ ആളുടെ കാണിച്ചു തരും. കൈ കണ്ട കൈ അങ്ങനെ വിരല് അങ്ങനെയാണ് വയ്ക്കാൻ. അപ്പം മിന്നാരം സിനിമയിലെ പോലെ നമുക്ക് വലിയ വലിയ പണ്ടത്തെ സിനിമകളിൽ സോമൻ, സുരേഷ് ഗോപിയൊക്കെ വർത്തമാനം, സോമൻ DYSP ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഇനി ഇവിടെ എന്താ? കാർഡ്സ് കളിക്കാനായിട്ട് ചെസ് നിരത്തി ഓരോരോ കരുക്കൾ. അവർ കളിച്ചോണ്ടിരിക്കണ്ടായിരുന്നു. ഇല്ല, ഇത് കളിച്ചിട്ടില്ല. ഇത് ലൂഡോ അല്ലേ? അല്ല, പണ്ടത്തെ പടവെട്ടിന്റെ പോലത്തെ കളി. ഇത് ലൂഡോ എന്ന് പറയുന്ന ഗെയിം. ലൂഡോ അല്ലെ? പടവെട്ടിന്റെ കളികൾ പോലെ. കളിച്ചു കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കാം. തോറ്റ് കഴിഞ്ഞാലൊക്കെ വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. എന്നിട്ട് തോൽവീനെ നമുക്ക് ഒരു വിജയത്തിന്റെ ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ മഷി കാണിച്ചിട്ടാ. നമുക്കൊന്നും അറിയില്ലേ. നീ താഴ്ത്തിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ മാപ്പൊക്കെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വഴി തെറ്റും. നമ്മളിനി ആ സൈഡിലത്തെ റൂംസിൻ്റെ അതിൽ കൂടെ ഒക്കെ പോയിട്ട് പൂളിൻ്റെ അവിടേക്ക് പോവാം. അതെ ആള് ബുദ്ധിമുട്ടുണ്ടോ വരാൻ വീഡിയോയില്? അവര് ബുദ്ധിമുട്ടില്ലെന്ന്. ദിലീപ് സാർ വരുന്നു, ഇതിന്റെ GM ആണ്. നമസ്കാരം. സാറിന്റെ വീട് എവിടെയാ? കോട്ടയം. അടിപൊളി.
ഞങ്ങൾ ഇന്നലെയൊക്കെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. ആ അല്ലാന്ന് ഞങ്ങൾ ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊത്തം മൂന്നാർ ഇറങ്ങി. ഇവിടെ മാത്രം വന്നാൽ മതിയായിരുന്നു. അത്രയും സുന്ദരമാണ് ഇവിടെ. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണിത്. ഭംഗിയുള്ള സ്ഥലത്തെത്തുമ്പോ അക്കയത്തിനും ഭംഗി കൂടുന്നു അല്ലേ? സാധാരണ ഒരു മാവ് നോക്കി ഇവിടെ നിൽക്കുമ്പോ എന്തൊരു ഭംഗി. ഇവിടുത്തെ പട്ടികളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാ. റോട്ടിൽ കൂടെ നടക്കണ പട്ടികൾ. നമ്മളും ഭംഗി കൂടി നമ്മളൊക്കെ പഴയ പോലെ അല്ല. പട്ടികൾക്ക് എല്ലാ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ടേ രോമം കൂടുതല്. അപ്പൊ ഒറ്റങ്ങളൊക്കെ ഇതിന് താഴത്തോടെ ഇങ്ങനെ ഇറങ്ങി വേറെ ടൈപ്പ് റൂംസ് അല്ലേ? ഇതിങ്ങനെ സെപ്പറേറ്റ് കോട്ടേജ് പോലെ ഒരു ഫീല് കിട്ടണ പോലത്തെ അല്ലേ? ഇങ്ങനെ വേറെ ഗ്രൂപ്പ് ബുക്കിംഗ് വരുമ്പോ നമുക്ക് ഒരേപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് താഴെയാണെങ്കിലും അവർക്ക് പ്രൈവസി ഉണ്ടാവും, ഇവിടെ ആണെങ്കിലും. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് 3-4 റൂംസ് ഒക്കെ ഉള്ളൂ ഒരേ കാറ്റഗറി വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ 15 കാറ്റഗറി റൂംസ് ഒരുമിച്ച് വരും. താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാം, അങ്ങോട്ട് നടക്കാം. നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. മഴ പെയ്ത് കഴിഞ്ഞാലേ വെള്ളം ഇങ്ങനെ പോകാനുള്ള സാധനമാണിത്. കണ്ട അതിനുള്ളിൽ എവിടെ റൂം? ആ സൈഡിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ക്ലോസിങ് വരുന്നു 49 ക്ലോസിങ്. ഇനിയിപ്പോ റൂംസ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 53 റൂംസ് സോൾഡ് ഔട്ട് ആകും. നമുക്ക് ഇത് ഇതല്ലേ നാളെ എന്തോ വിഷു അങ്ങനത്തെ. വിഷു മറ്റന്നാ വിഷു. അതിന്റെ തിരക്ക്. അപ്പം ലീവല്ലേ എല്ലാവർക്കും. അപ്പോൾ ഒരു 3 ദിവസത്തേക്ക് 53 റൂംസ് സോൾഡ് ഔട്ട്. നിങ്ങൾ വീട്ടിൽ പോവോ? അല്ല, ഇവിടെ മൊത്തം റൂംസ് സോൾഡ് ഔട്ട് ആവാന്ന് പറഞ്ഞ വർക്ക് കൂടല്ലേ? കൂടും. നിറയെ എല്ലാത്തിലും ആളുണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ വീട്ടിൽ പോകുന്നു ചേട്ടൻ ചോദിക്കും. ഞാൻ ചോദിച്ചത് വിഷു ആയിട്ട് വീട്ടിൽ പോവാന്ന്. അല്ലാണ്ട് വീട്ടില് ഹിന്ദുസിനൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പേർക്ക് മാത്രം. അത്യാവശ്യം ചിലർക്ക് ഇവിടെ റൂം കാണാം. എല്ലാ റൂമിൽ വലിയ റൂമാണ്. അത്യാവശ്യം വലിയ റൂമാണ്. ഈ ഒരു കാറ്റഗറീസില് നമുക്ക് വലിയ റൂം. ഇവിടെ ഒരു ബാൽക്കണി, മരത്തിന്റെ കസാര. ഏലക്കാട്ടിലേക്ക് നോക്കാം. കണ്ട മാങ്ങിന്റെ പിന്നെ മാങ്ങലാണ്ട് എവിടെ കുനുകുനുകുന്നില്ലേ? അത്രക്കൊന്നുമില്ല, കുറച്ചുള്ളോ. അതൊന്ന് വലുതായിക്കോട്ടെ. അത് ഇത്രശുള്ളൂ. കണ്ണിമാങ്ങി ഇതിനാവക്കാടോ അല്ലേ? ഇതെനിക്ക് തോന്നുന്നു ഈ തണുത്ത ഇങ്ങനത്തെ ക്ലൈമറ്റിൽ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. നമ്മളവിടെ ഈ ടൈമിൽ ഇവിടെ കൂടുതലും ഉണ്ടാകുന്ന അവക്കാഡോ. ഇത് മൊത്തം എത്ര ഏക്കറിലാ സ്ഥലം? 32 ഏക്കർ. കറക്റ്റ് അറിയില്ല. അല്ല, എന്നാലും നമുക്ക് ഏകദേശം വെറുതെ പറഞ്ഞൂടാ. ഈ റൂമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ ബാത്റൂം കാണാ. ഇവിടെ നോക്കിയ വട്ടത്തിലുള്ള ജാക്യൂസി. ഇതാ ശരിതാ കണ്ട. അതന്നെ അതിന്റെ പേര് ഇത് ജാക്യൂസി. നമ്മൾ 5 ലക്ഷത്തിന്റെ മറ്റേ സിറ്റി സെറാമിക്സിൽ കണ്ടത് ഇങ്ങനത്തെ ഒരെണ്ണല്ലേ? ഇതേപോലത്തെ ഏകദേശം എല്ലാ സ്ഥലത്തുനിന്നും വെള്ളം ഇങ്ങനെ വന്നിട്ട് അങ്ങനത്തത് വരൂ. പുറത്തേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ ഈ ടൈപ്പ് റൂമൊന്നും കണ്ടില്ലേ? ഈ മൾബറി ചെടി കൃഷി ചെയ്തിട്ടാണ് ഞാൻ. മൾബറി ബേലീഫ് അതറിയാം. നല്ല മണം. ഇവിടെ വരുന്നവരൊക്കെ പൊട്ടിച്ച് മണപ്പിച്ചിട്ട് എല്ലാ ഷേപ്പ്ലെസ് എല്ലാത്തിനും കേരള പറ്റിയിട്ടുണ്ട്. ഇത് സ്വിമ്മിങ് പൂളിലേക്കുള്ള വഴിയാണ് കേട്ടാ. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുളിക്കാം.
ഇതിൻ്റെ താഴെ കുറച്ച് റൂംസൊക്കെ ഉണ്ട്, ഇവിടെ കുളിക്കുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. നമുക്ക് വീട്ടിൽ പോവാം അല്ലേ? ദേ മറ്റേ വണ്ടി കണ്ട, വണ്ടി. ആ, ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഇറങ്ങാനായിട്ടുള്ളത്. അതേ, ഇതിവിടെ എന്തിനാണാവോ? ഇതൊരു വലിയൊരു സംഭവമായിട്ടുള്ള ഹോട്ടലാണ്. ഹോട്ടല്. അപ്പൊ നമ്മളെ പറ്റിയിട്ട് അല്ല ഇതൊക്കെ ശരി, ഇതിന്റെ അവസാനിപ്പിക്കും പറയണേ. നമ്മളെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു പരാതി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഊച്ചാളി കുഞ്ഞിയ സാധനങ്ങൾ മാത്രമേ കാണിക്കില്ല. അതായത് പുന്നത്തൂർ കോട്ട, പുള്ളുപാടം, പുള്ളുപാടം, പിന്നെ ഈ നമ്മുടെ തളിക്കുളം സ്നേഹതീരം, തൃശ്ശൂർ പൂരപ്പറമ്പ്, ഇങ്ങനത്തെ കാണിക്കില്ല. ഇനിയിപ്പോൾ നമ്മളെ പറ്റിയുള്ള ആ പരാതി തീർന്നിരിക്കുന്നത് ഒരു വലിയൊരു ഹോട്ടൽ കാണിച്ചു ഞങ്ങൾ. ഇതുണ്ടല്ലോ, ഇത് ഇവിടെ കല്യാണങ്ങൾ പാർട്ടികളൊക്കെ നടക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് ഫുഡ് കൊടുക്കാനുള്ള വലിയ ഹോളും കാര്യങ്ങളും അതാണിത്. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് നീങ്ങാം. ഞങ്ങൾ ഇനി പോവാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ മൂന്നാറിലത്തെ വാസം അവസാനിപ്പിച്ച് ഞങ്ങൾ പോവുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ വെച്ചിട്ട് കാണാം.